അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് ശ്രോതാക്കളെ, നമ്മൾ അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച് പീസ് റേഡിയോ സംഘടിപ്പിച്ച അൽ അദീബ് സ്റ്റാർ ക്വസ്റ്റിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡിലാണുള്ളത്. ഇന്ന് നമ്മൾ കുറേയേറെ വിദ്യാർത്ഥികൾ നമ്മുടെ ഈ ഒരു അൽ അദീബ് പ്രോഗ്രാമിലേക്ക് എൻട്രികൾ അയച്ചു തന്നിരുന്നു. ആ ഒരു മത്സരത്തിൻ്റെ ഒരു എപ്പിസോഡാണ് ഇന്ന് നമ്മൾക്ക് കേൾക്കാനുള്ളത്. ആദ്യം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ആരാണെന്ന് നോക്കേണ്ടതുണ്ട്. അതിൻ്റെ മുൻപായിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ പറഞ്ഞിരുന്നത് അറബി ഭാഷയുടെ കുറേയേറെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ ജൗഹർ. അതെ. ഇന്ന് നമുക്ക് അറബി ഭാഷയുടെ കവിതകൾ, അതെ, അറബി ഭാഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ കവിതയാണ് എല്ലാവരുടെ മനസ്സിലേക്കും ആദ്യമായിട്ട് ഓടി വരിക. ഓടിയത്. കാരണം ഒരു അതായത് കാലത്ത് കവിതകൾ കൊണ്ടായിരുന്നു അറബി ഭാഷ മത്സരങ്ങൾ. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊക്കെ നമുക്ക് കാണാം, കഅബകളിൽ ഇത് തൂക്കപ്പെട്ട മുഅല്ലഖകൾ മുഅല്ലഖാത്ത്. അത് റസൂലുള്ള വരുന്നതിന്റെ മുന്നേ തന്നെ മുമ്പേ ഉള്ളതാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ ജാഹിലിയ തന്നെ കാലത്ത് അതെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ. പിന്നീട് റസൂലിൻ്റെ കാലത്ത് പലപ്പോഴും റസൂലിനെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഹജാ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള കവിതകൾ കുറേയേറെ വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസ്സാൻ ബിൻ സാബിത്തിനോട് ചോദിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെ ഇവരെന്നെങ്ങനെ ആക്ഷേപിക്കും, ഞാനും കുറേശ്യാണ്, ആ അതിൽ നിന്ന് എന്നെ നിങ്ങളെങ്ങനെ ഊരിയെടുക്കുന്നതൊക്കെ ചോദിച്ചിട്ടുള്ള പ്രയോഗങ്ങൾ കാണാൻ കഴിയും. അതിന് അദ്ദേഹം കൊടുത്ത വരികൾ മുഹന്നദുൻ ഫിൽ ഹിന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ആ വരിയുടെ തുടക്കം എനിക്ക് കൂടെ കിട്ടുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്ന വരികളെ കാണാൻ കഴിയും. അതെ. ഈ അറബി കവിതകൾക്ക് ഉള്ള പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ ബഹറുകളാണ്. അതെ. അല്ലെ, വ്യത്യസ്തങ്ങളായ ഏകദേശം ഒരു 16ഓളം ബഹറുകൾ ബഹറുകൾ അറബി കവിതകൾക്കുണ്ട്. നമ്മുടെ റംലി, മലയാളത്തിൽ എന്താ പറയുക, വൃത്തങ്ങൾ എന്ന് പറയുന്നത് പോലെ. കാകളി, അങ്ങനെ എന്തൊക്കെയോ വൃത്തങ്ങളുണ്ടല്ലോ വൃത്തങ്ങൾ. അറബിയിൽ ഞാനൊക്കെ ഒരുപാട് 10ാം ക്ലാസ് ആ, SLCൻ്റെ ആ ടൈമിന് കുറച്ച് ഇത് ഓർമ്മയുണ്ടായിരുന്നത്, പിന്നെ അത് നമുക്ക് ആവശ്യം വന്നിട്ടില്ല. അതെ അതെ. ഏതായിരുന്നാലും നമ്മൾ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കവിതാ വൃത്തങ്ങളാണ് നമ്മൾ ഇന്നിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാഫിർ, ഇപ്പോൾ ഈ നമുക്കൊക്കെ അറിയാം, ഈ കുട്ടികൾ ഈ പാട്ട് പാടുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഒരു കുട്ടി കേരള സ്റ്റോറിയുമായി കിസ്സത്ത് കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ഒരു കവിത അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കവിതകൾ പറയുമ്പോൾ ഒരു നിയമം തന്നെയാണ് എന്ത്, കവിത പാടുമ്പോൾ അതിൻ്റെ ബഹർ പറയുക എന്നുള്ളത് നിയമമല്ല, എന്നാലും അതൊരു നിയമമായി ശീലമായിട്ട് വന്നൊരു സംഗതിയാണ് അതിൻ്റെ. അപ്പോൾ അലിഖിതമായ നിയമങ്ങൾ എന്ന് പറയാം. അതെ. കവിതകൾ രണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഷിയറുൽ ഹുർറി എന്നൊരു ഏരിയ തന്നെ ഉണ്ട്, സ്വതന്ത്ര കവിത. അതിന് പ്രത്യേകിച്ച് നോട്ടൊന്നുമില്ല, അത് എങ്ങനെയാണ് തോന്നിയതുപോലെ പാടാം. അതെ, അതിന് പ്രത്യേകിച്ച് ബഹറിൻ്റെ ആവശ്യമില്ല. എന്നാൽ ബഹർ ഒപ്പിച്ച് എഴുതുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതാണ് കഴിവ്. അതേ രൂപത്തിൽ ഇങ്ങനെ കോർവയൊപ്പിച്ച് ആദ്യാക്ഷരപ്രാസം അന്ത്യാക്ഷരപ്രാസം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അങ്ങനെ വളരെ മനോഹരമായിട്ടൊക്കെ കവിതകളെ അലങ്കരിക്കാറുണ്ട് അറബി ഭാഷയിൽ. അത് റസൂലുള്ളാഹിന്റെ കാലത്ത്, ജാഹിലിയ കാലം, ഇസ്ലാമിയ, അബ്ബാസി, അങ്ങനെയൊക്കെ വരുന്നതിലൊക്കെ ഒരുപാട് അറബി കവിതകൾ നമുക്ക് കവികളെ കാണാൻ. യെസ്, അതെ. ഏതായിരുന്നാലും പണ്ട് കാലത്തൊക്കെ ഇത് ആക്ഷേപങ്ങളായിട്ടായിരുന്നെങ്കിൽ പ്രശംസകളുണ്ടായിരുന്നു. അതെ, രാജാക്കന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സ്വന്തം ഗോത്രങ്ങളുടെ ഫഖർ നടക്കാനും ഒക്കെ അത് ഉപയോഗിച്ച് കാണാൻ കഴിയും. അതുപോലെ കാര്യമായിട്ട് അത് രാജാക്കന്മാരെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചൊരു, അതായത് അവരെ സോപ്പിട്ട് പൈസ വാങ്ങുക എന്നതായിരുന്നു അന്നത്തെ കാലത്ത് ജീവിതശൈലി തന്നെ. കവികളുടെ അങ്ങനെയായിരുന്നു. അതുപോലെ പല യുദ്ധങ്ങൾക്ക് കാരണമായ കവിതകളുണ്ട്. അതെ, ഏതായിരുന്നാലും കവിത കൊണ്ടായിരുന്നു അന്നത്തെ ആളുകൾ അതെ ജീവിച്ചിരുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഏതായാലും നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മുടെ തള്ളു മാത്രമേ ശരിയാവില്ലല്ലോ, കുട്ടികളുടെ പ്രോഗ്രാമിലേക്ക് പോകണ്ടേ. അതും ശരിയാണ്. പോകാം നമുക്ക്. അമാനുള്ള ബിൻ മുത്തലിബ് അല്ലേ, ഒരു 6ാം ക്ലാസ്സുകാരനാണ്. GUP സ്കൂൾ, ഭീമാപ്പള്ളി. 6ാം ക്ലാസ്സിൽ നിന്നുള്ള ഈ അമാനുള്ള കൊച്ചുമിടുക്കൻ, അതെ, കൊച്ചുമിടുക്കൻ, അവൻ്റെ ഒരു പ്രസംഗം കേൾക്കാം നമുക്ക് അല്ലേ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أيها الأساتذة الكرام وأوصياي الأعزاء وأصدقائي الأحباء، أنا ألقي أمامكم بعض الكلمات حول موضوع أضرار المخدرات، وأشكر الله لهذه الفرصة. الحمد لله. أحبائي، المخدرات صم قاتل يدمر الجسد ويهلك العقل ويضيع العمر ويقود صاحبه إلى طريق مظلم. فالمخدرات تضعف الذاكرة وتفقد القدرة على التفكير السليم وتجعله يعيش بعيدا عن واقعه. إن المخدرات لا تضر الفرد وحده، بل تضر الأسرة والمجتمع أيضا. وكم من أب
ضاء مستقبله بسبب الإدمان. وكم من شاب خسر صحته وابتعد عن دراسته وضيع أحلامه بسبب ابن أو قريب طورت في هذا الطريق الخطير. أيها الأحباء، ديننا الحنيف حرم كل ما يضر بالعقل والجسم. قال الله تعالى في القرآن المجيد: بسم الله الرحمن الرحيم: ولا تقتلوا أنفسكم إن الله كان بكم رحيما. قال الله تعالى أيضا: إنما الخمر والميسر والأنساب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. قال رسول الله صلى الله عليه وسلم: كل مسكر خمر وكل مسكر حرام. فالمخدرات قتل النفس وهلاك للعقل وإضاعة الحياة، فعلينا أن نبتعد عنها بكل قوة، فالشباب طاقة عظيمة، وإذا ضاعت في المخدرات صرنا أمة ضعيفة، أما إذا استلت في الخير فنصبح أمة قوية. فلنقل جميعا لا للمخدرات، نعم للحياة، لتحافظ على عقولنا وعلى صحتنا وعلى أسرتنا وعلى وطننا. وفي الختام أدعو نفسي وإياكم أن نكون سفراء ضد هذه السموم. أنا أختتم كلامي هذا وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته. شكرا. മാഷാ അല്ലാ, അമാനുള്ള ബിൻ മുത്തലിബ് മനോഹരമായിട്ട് ഡ്രഗ്സ്, അതെ, അല്ലേ, ഈ മുഖദ്ദറാത്ത് ലഹരികൾക്കെതിരെയുള്ള ഒരു പ്രസംഗമാണ്. ലഹരി വിരുദ്ധ ദിനത്തിലൊക്കെ പറയാൻ പറ്റിയ ഒരു അറബി നല്ലൊരു പ്രസംഗമാണ് അല്ലേ. മാഷാ അല്ലാ, വളരെ മനോഹരമായിട്ട് അവൻ അവതരിപ്പിച്ചു. കൂടുതൽ പ്രസംഗിക്കാനും ആളുകളെ ഉത്ബോധിപ്പിക്കാനുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരാണ് നമ്മുടെ കൂടെ അടുത്തതായിട്ട്? അമത്തുൽ വദൂദ്. യെസ്, അമത്തുൽ വദൂദ് AP 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അല്ലേ? അതെ. IOHS എടവണ്ണയിൽ നിന്നും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അമത്തുൽ വദൂദ് APയുടെ ഒരു അറബി പ്രസംഗം സ്പീച്ച് കേൾക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഹുളൂറുൽ കിറാം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. موضوع خطبتي اليوم هو بر الوالدين سبب لفلاح الدار. أيها الأحبة، الوالدان هما نعمة عظيمة من الله تعالى، هما سبب وجودنا، وهما من تعب وسهر من أجلنا. أمرنا الله ببرهما في كتابه الكريم، فقال سبحانه في سورة إسراء: وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. انظروا يا إخواني، الله تعالى قرن عبادته ببر الوالدين، وهذا يدل على عظم مكانتهما. وقال النبي صلى الله عليه وسلم: رضا الله في رضا الوالدين وسخط الله في سخط الوالدين. أيها الأصدقاء، من بر والديه بارك الله في عمره ورزقه وفتح له أبواب الخير في الدنيا والآخرة، ومن عق والديه خسر السعادة في الدنيا وغضب الله عليه في الآخرة.
وفي ختام الله نسأل الله أن يجعلنا من البارين بوالدينا وأن يرزقنا رضاهما ورضاه سبحانه. أختتم كلامي. السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹമത്തല്ലാഹി വബർക്കാത്തു. മാഷാ അല്ലാ. അമത്തുൽ വദൂദ് ഈ നല്ലൊരു പ്രസംഗമാണ് ഇപ്പോൾ കാഴ്ചവെച്ചിട്ടുള്ളത്. നമ്മുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ. അതെ, ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ വിസ്മരിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് കുട്ടികൾ മാത്രമല്ല, യുവാക്കളും എല്ലാവരും തന്നെ പലപ്പോഴും മാതാപിതാക്കളെ കൊല നടത്തിയ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ മക്കളുള്ള കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ദിവസേന പത്രമാധ്യമങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് അമ്മയെ കൊന്നു, അല്ലെങ്കിൽ അച്ഛനെ കൊന്നു, അല്ലെങ്കിൽ വല്യമ്മനെ കഴുത്തറുത്ത് കൊന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ കൊന്നു. അതെ, ഇതൊക്കെ ഏതാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ കേട്ട പ്രസംഗം ഉണ്ടായതല്ലോ. ഇത് രണ്ടും കൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. ഒന്ന് മാതാപിതാക്കളുടെ കടമയും അതോടൊപ്പം ലഹരിയും. മാതാപിതാക്കളുടെ ആ ഒരു ശ്രദ്ധയിൽ നിന്ന് മക്കൾ മാറിപ്പോകുന്നതും അതോടുകൂടി അവർ ലഹരിയിലേക്ക് എത്തിപ്പെടുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഏതായാലും വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് നമ്മൾ കേട്ടത്. വീണ്ടും നമുക്ക് കേൾക്കാനുള്ളത് അമത്തുൽ വദൂദിൻ്റെ ഒരു പാട്ടാണ്. ഓക്കെ, ഒരു അറബിക് സോങ് കൂടെ കേൾക്കാറുണ്ട് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. خجل اسمك إنسانا من إصلاح شتانا في الفساد شيطانا من إصلاح شتانا في الفساد شيطانا نشر بلاؤك سرطانا خجل اسمك إنسانا خجل اسمك إنسانا ما بال ربي مال كل القلب ما بال ربي مال كل القلب نميت نفائسا للذنب من إصلاح شتانا في الفساد شيطانا وحفي إلى النور ناس ناسا ظلوا في جوارهم دوما ناسا وحفي إلى النور ناس ناسا ظلوا في جوارهم دوما ناسا وانجلت أقران غدار في القرية والبلدة في القرية والبلدة نقصان التقوى نشر بنا الشكوان نقصان التقوى نشر بنا الشكوان وقعنا في البلوى من إصلاح شتانا في الفساد شيطانا صبت عاشقة ثم كعساسيري مدت إلى المحبوب موت يسيري صبت عاشقة ثم كعساسيري مدت إلى المحبوب موت يسيري وانجلت أقران غدار في القرية والبلوى في القرية والبلوى قد نجهر أشواق فقد هسر الصفوات قد نجهر أشواق
فقد هسر الصفوى حتى ما نقول إلى البلوى من إصلاح شتانا في الفساد شيطانا من إصلاح شتانا في الفساد شيطانا. മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്ക്. നല്ലൊരു പാട്ടാണ്. നമ്മൾ ജൗഹറെ, ആ. എന്താ പറയുക പാട്ടിനെ കുറിച്ച്? നല്ല ഉഷാറായി പാടിയിട്ടില്ലേ? അതായത് അമത്തുൽ വദൂദിന് പാട്ടും പ്രസംഗവും എല്ലാം എല്ലാം ഇവിടെ വഴങ്ങും. പോകും. അതെ, എല്ലാം വഴങ്ങും എന്നുള്ളത് ഇവിടെ മനസ്സിലായി. ഒന്നും വിഷയമല്ല അതെ, എന്ന് തെളിയിച്ച് എന്ത് കഴിഞ്ഞിട്ടുണ്ട്. വേണമെങ്കിലും ഇങ്ങോട്ട് വിട്ടോളി, നമ്മൾ ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാ. അതെ, ഏതായിരുന്നാലും അമത്തുൽ വദൂദിന്റെ ഗാനം നമ്മൾ വളരെ മനോഹരമായിട്ട് തന്നെ ആസ്വദിച്ചു. അടുത്തത് നമ്മുടെ ഒപ്പം ചേരുന്നത് അമീർ സ്വാദിഖാണ്. അമീർ സ്വാദിഖ് GHS ബെമ്മണ്ണൂർ സ്കൂൾ പരുത്തിപ്പുള്ളി. അറബി ഗാനമാണ്. 6ാം ക്ലാസ് നമുക്ക്. വിദ്യാർത്ഥി കേട്ടോ. യെസ്, കേൾക്കാം നമുക്ക് അറബി ഗാനം. അസ്സലാമു അലൈക്കും. നവ്വിർ ദർബി ബിൽ ഖുർആൻ വശ്റഹ് സദ്രി ബിൽ ഈമാൻ വഫിദൻ ബി യാ റഹ്മാൻ വസ്തുർ ഐബി യാ മന്നാൻ വസ്തുർ ഐബി യാ മന്നാൻ നവ്വിർ ദർബി ബിൽ ഖുർആൻ വശ്റഹ് സദ്രി ബിൽ ഈമാൻ وفيضا بي يا رحمن واستر عيبي يا منان واستر عيبي يا منان القرآن سراج الأمة وبه نألو نحو القمة وبه عزة وبه الرفاع وهو الشافع يوم القمة وهو الشافع يوم القمة القرآن به الإجلال نور الصدر شفاء البال قوت الروح أنيس الحال وبه يتربى الأجيال وبه يتربى الأجيال نوّر دربي بالقرآن واشرح صدري بالإيمان وفردا بي يا رحمن واستر عيبي يا منان واستر عيبي يا منان القرآن سلاء المؤمن كالأترج طعم الهلو والصفرة للماء صحب وشاكي لو أجرا ضعف وشاكي لو أجر ضعف اقرأ رتل للآيات تالو في الدرجات ولك الطوائف والحسنات وتعليم به الخيرات وتعليم به الخيرات نوّر دربي بالقرآن واشرح صدري بالإيمان وفردا بي يا رحمن واستر عيبي يا منان واستر عيبي يا منان نوّر دربي بالقرآن. شكرا. അമീർ സ്വാദിഖ് ഉം. ഈ അമീർ സ്വാദിഖ് വളരെ മനോഹരമായിട്ട് പാടി. അതെ. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഉം. ഇവനത് തീർത്തിട്ട് വേറെ എവിടെയോ പോകാനുള്ളത് പോലെ തോന്നി. അതെ, തിരക്ക് കുറച്ചുണ്ടെന്ന് തോന്നുന്നു. കാരണം തിരക്ക് ചിലപ്പോൾ കുറച്ച്. കളിക്കാൻ വേണ്ടി കൂട്ടുകാർ കാത്ത് നിൽക്കുന്നുണ്ടാവും. അതെ, അപ്പോഴേക്കും ഉമ്മ പിടിച്ചിട്ട് ആ. പറഞ്ഞിട്ടുണ്ടായി, അങ്ങനെ പീസ് റേഡിയോയിലല്ല ദബിയിലെങ്കിൽ പങ്കെടുക്കാതെ പോയാൽ മോശമാണ്. അതെ, കാരണം അത്രയേറെ കുട്ടികൾ പങ്കെടുക്കുന്നത്, അതെ, എനിക്ക് കഴിവുള്ള മോനായിട്ട് ഇങ്ങനെ പങ്കെടുക്കാതിരുന്നാൽ ശരിയാവില്ലാൻ പറഞ്ഞ് അതെ, ഒന്നെങ്കിലും ഉമ്മയോ ടീച്ചറോ ആരെങ്കിലും പിടിച്ച് പറഞ്ഞ് ചെയ്യിപ്പിച്ചതായിരിക്കും. അതെ. അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ പാടിയത് കൊണ്ടാണ്. അതെ. അതല്ലെങ്കിൽ ഇത്ര സാധനം വാങ്ങാനോ എന്തോ പോകാനുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഒരു തിരക്കുണ്ടാവും. അതുകൊണ്ടായിരിക്കും. ഏതായാലും മാഷാ അല്ലാ, ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ നല്ല നിലവാരത്തിലേക്ക് എത്താൻ കഴിയുന്ന അതെ, പ്രതീക്ഷ ഒരു തോന്നുന്നു. അറബി നഷീദ ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. അതെ. അല്ലേ? ഏതായിരുന്നാലും ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.